ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഏതാണെങ്കിലും അത് പിടിച്ചോ. വെൽക്കം ബാക്ക് ടു അനദർ യൂട്യൂബ് വീഡിയോ ഓൺ ആ യൂട്യൂബ് ചാനൽ ട്രിപ്ലൈ ACCA മലയാളം. എന്താ ചെയ്യുന്നേ? ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ പോയി അടിയിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തേ. ഓക്കെ, ശരി, ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളുടെ ACCA F8 പേപ്പറിൽ, ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പേപ്പറിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഈ ഓഡിറ്റ് റിസ്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിലും എന്തായാലും വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഒരു നല്ല മാർക്കിംഗ് വെയിറ്റേജ് തന്നെ അതിലുണ്ട്. അത് പഠിച്ചിരിക്കണം, അത് പ്രോപ്പർലി എഴുതി കഴിഞ്ഞാൽ മാത്രമേ എക്സാം പാസ്സാവുള്ളൂ, അല്ലേ? ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ടഫസ്റ്റ് പേപ്പേഴ്സ് ആണ് ACCA എന്ന് പറയുന്നു. അതിൻ്റെ പാസ് പെർസെൻറ്റേജസും വളരെ ലോ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ അടുത്ത സെഷനിൽ ഡബിൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളോ, അല്ലെങ്കിൽ ഈ സെഷനിൽ ഡബിൾ ചെയ്ത് ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര ചെയ്താലും സെറ്റ് ആവുന്നില്ല സാറേ, എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ റീസിറ്റ് സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ എനിക്ക് ഈ റീസിറ്റ് എഴുതി ഓഡിറ്റ് റിസ്കിൻ്റെ ഇത് നോക്കുമ്പോൾ എനിക്ക് മാർക്ക് അല്ലെങ്കിൽ പൊതുവെ കുറവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പർലി എക്സാമിനർ, ഞാൻ പറയുന്നതല്ല, എക്സാമിനറിൻ്റെ കമൻസ് വെച്ചിട്ട് ഓരോ എക്സാമിന് ശേഷം നമുക്ക് ആ ഒരു എക്സാമിനേഴ്സ് റിപ്പോർട്ട് കിട്ടും, അല്ലേ? അപ്പോൾ ഈ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അത് നോക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ എക്സാമിനർ എന്താണ് പറയുന്നത്, എക്സാമിനർ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ആൻസർ ചെയ്യാൻ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ അപ്രോച്ച്, അതായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് സെറ്റാക്കേണ്ട കാര്യം. എങ്ങനെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യനെ കാണേണ്ടത്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ വായിക്കേണ്ടത്. AA എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നമുക്കറിയാം ബാക്കി സ്കിൽ ലെവൽ പേപ്പേഴ്സിനെക്കാട്ടിയും കുറച്ച് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇവിടെ 70 മാർക്സും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ആക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ആക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ള മിസ്റ്റേക്കും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അതേപോലെ നമ്മൾ സിമിനാർ വായിച്ച് നമ്മൾ ആ ഒരു സംഭവം എക്സാമിനർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു എക്സാമിനറോട് സംസാരിക്കുന്ന രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത്, എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമിനറോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എക്സാമിനറോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സിനാരിയോയിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എക്സാമിനറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ എക്സാമിനർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് തരും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പേപ്പറിലാണെങ്കിലും ലെവൽ പേപ്പറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എക്സാമിനർക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ കാണേണ്ട കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്കും തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിൽ നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആൻസറിങ് ടോൺ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു രീതി ഒരു ഓഡിറ്റർ ആയിട്ടാണ്. നിങ്ങൾ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പേപ്പർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? നിങ്ങളൊരു ഓഡിറ്റർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, ഒരു ഓഡിറ്റർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം, ഒരു ഓഡിറ്റർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഓഡിറ്ററിൻ്റെ ജോലി എന്താ എന്നുള്ളത് മനസ്സിലാക്കണം. ആസ് എൻ ഓഡിറ്റർ എൻ്റെ ജോലി ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ കണ്ടക്സിൽ പറയുകയാണെങ്കിൽ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ കമ്പനീൻ്റെ പുറത്തുള്ള ഒരാളാണ്, അല്ലേ? ഞാൻ കമ്പനീൻ്റെ പുറത്തുള്ള ഒരാളാണ്, ഒരു എക്സ്റ്റേണൽ പാർട്ടിയാണ്. എന്നെ ഒരു കമ്പനി ഹയർ ചെയ്തിരിക്കുകയാണ്. എന്നെ ഒരു കമ്പനി ഹയർ ചെയ്തിട്ട് ഞാൻ ഈ കമ്പനിയിലേക്ക് വരികയാണ്, അല്ലേ? അപ്പം ഞാൻ കമ്പനീൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ കൺസേൺ അല്ല അത്രയ്ക്ക്. പക്ഷെ എൻ്റെ കൺസേൺ കുറച്ചും കൂടി അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്, അല്ലേ? അവിടുത്തെ റിസ്കുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കണ്ടക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉള്ള ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റിക്കിടക്കുകയാണോ, മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണോ, എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ കൺസേൺ. ബിസിനസ്സിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിക്കോട്ടെ, ബിസിനസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ബിസിനസ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എൻ്റെ കൺസേൺ അല്ല.
ഇപ്പോൾ സെയിൽസ് പ്രൈസ് കുറഞ്ഞു അല്ലെങ്കിൽ സെയിൽസ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് എൻ്റെ കൺസേൺ അല്ല. അത് കാരണം എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രശ്നം, അതാണ് എൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. ആ കൺസേൺ ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു പ്രശ്നം വരുന്നുണ്ടോ, അത് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എക്സാമിനർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, ഇവിടെ ഇതാണ് റിസ്ക്, ഇതാണ് ഇവിടുത്തെ റിസ്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊരു ഓഡിറ്റർ ആണ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, POV എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഈ പോയിന്റ് ഓഫ് വ്യൂ വരുന്നത് എപ്പോഴും നിങ്ങൾ ഒരു ഓഡിറ്റർ ആണ്. എൻ്റെ പ്രശ്നം എപ്പോഴും ഓഡിറ്റിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. അവിടെ ഉണ്ടാവാൻ പോകുന്ന പോസിബിൾ ആയിട്ടുള്ള റിസ്കുകൾ കണ്ടുപിടിക്കാനാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ശരി. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം. ശരി, ഇനി ഇതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. മാർക്കിംഗ് സ്കീം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എവിടേക്കാണ് മാർക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എത്ര മാർക്കിനാണ് ഇത് വരുന്നതെന്ന് മനസ്സിലായാലല്ലേ ഓക്കെ ഇത് എഴുതി വെക്കണം, ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിനാണ് ഇത്ര മാർക്ക് കിട്ടുന്നത്, അപ്പോഴാണ് എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഇന്ന സംഭവം എൻ്റെ ആൻസറിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അത് മനസ്സിലാക്കി ആൻസർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മാർക്കിംഗ് സ്കീം നോക്കാം. ഇവിടെ നമ്മൾ അതിനെ 2 സൈഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, അതേപോലെ തന്നെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അതിന് ഐഡന്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ്. ഏത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് ഐഡന്റിഫിക്കേഷനും അതേപോലെ തന്നെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത് നമ്മുടെ ഓഡിറ്റ് റെസ്പോൺസിന് വേണ്ടി. അങ്ങനെ 2 സൈഡായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓഡിറ്റ് റിസ്കിന് നമുക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാർക്കാണ്, മെറ്റീരിയൽ ആയിട്ടുള്ള മാർക്കാണ് എന്നൊക്കെ നമുക്ക് പറയാം. കാരണം 2 മാർക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പലവരും 48, 49, 47 ഫെയിൽ ആവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഈ പേപ്പറിൽ. അപ്പോൾ ഈ 2 മാർക്സ് പോലും നഷ്ടപ്പെടാതെ ഇരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ എക്സ്പ്ലനേഷൻ വിച്ച് ഇസ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതിന് 1/2 മാർക്സ് ഫോർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് 1/2 മാർക്സ് ഫോർ എന്താണ് എക്സ്പ്ലനേഷൻ ആണ് അല്ലേ. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 മാർക്ക് ഫോർ ആൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കറക്റ്റ്ലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെയാണ് ഒരു കറക്റ്റ് ഓഡിറ്റ് റെസ്പോൺസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബൈ ദി എൻഡ് ഓഫ് ദി വീഡിയോ നിങ്ങൾക്ക് ഇത് സെറ്റ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് സമയങ്ങളായി തന്നെ നോക്കാം എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷനിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഇപ്പോൾ പല ഫാക്കൽറ്റീസ് ആണെങ്കിലും പല ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എന്നോട് പറയുമ്പോൾ പറയും, സാറേ ഐഡന്റിഫിക്കേഷന് മാർക്ക് കിട്ടാൻ എന്താ സിമ്പിൾ അല്ലേ, നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ പോരെ എന്ന് പറയും. നമ്മൾ റിസ്ക് കണ്ടു, ഓക്കെ റിസ്ക് കാണുമ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ സിനാരിയോ പറയുന്നു, എ സിഗ്നിഫിക്കൻറ്റ് കസ്റ്റമർ ഈസ് എക്സ്പീരിയൻസിങ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ നമുക്കറിയാം ഇത് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് റിസീവേഴ്സ് എന്തെങ്കിലും കിട്ടാനുണ്ടാവും. അപ്പോൾ ഇനി ആ റിസീവേഴ്സ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് വെക്കേണ്ടി വരും, ഒരു അലവൻസ് ഫോർ ബാഡ് ഡെപ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പോലെ ഇറക്കബിൾ ഡെപ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു റിസ്ക് ആണ്. കാരണം അത് ചിലപ്പോൾ അവർ കാണിച്ചിട്ടുണ്ടാവില്ല അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ കമ്പനി അത് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പല സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല സിറ്റുവേഷനിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഇവർ വെച്ചിട്ടുണ്ടോ, അപ്പോൾ അത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഈ പേപ്പറിൽ ഒരു ഓഡിറ്ററാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഡിറ്റർ ഒരു സംശയരോഗിയാണ്. ഓക്കെ, ഒരു ടോക്സിക് മനുഷ്യനാണ്. വളരെ വലിയൊരു സംശയരോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററിനെ കഴിഞ്ഞിട്ടുള്ള സംശയരോഗി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു സംശയരോഗിയായി മാറണം. മാനേജ്മെന്റിനെ വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, അവര് നമ്മളെ പറ്റിക്കാൻ പല കാര്യങ്ങളും പറയും.
അവർ പല കാര്യങ്ങളും ചെയ്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അവർ കുറച്ചു എന്ന് പറയും, പക്ഷെ വേണ്ടത്ര കുറച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ചുകൂടി നന്നായി കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊരു സംശയരോഗി ആയേ പറ്റൂ. സാറേ ഞാൻ അങ്ങനെ സംശയരോഗിയൊന്നുമല്ല, ഞാൻ ഗ്രീൻ ഫ്ലാഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ഈ പേപ്പറിൽ ചെയ്തിട്ട് കുറച്ചൊരു ടോക്സിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെ പോകണം. ഞാനൊരു ഓഡിറ്ററാണ് അല്ലേ, ഞാൻ ഇവിടുത്തെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ സംശയരോഗിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ കാണുകയാണ്, ഓക്കെ കസ്റ്റമർ എക്സ്പീരിയൻസിങ് സിഗ്നിഫിക്കൻറ്റ് പ്രശ്നങ്ങൾ, അവർ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, ഓക്കെ ഇവർ വേണ്ടത്ര അലവൻസ് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അതൊരു പൊട്ടൻഷ്യൽ റിസ്ക് ആയി മാറിക്കൂടെ? അതെൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഇമ്പാക്റ്റ് ചെയ്തുകൂടെ? ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യും? പല സ്റ്റുഡൻസ് ഈ ഒരു സെൻറ്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കും. മാർക്ക് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് കസ്റ്റമർ ഈസ് എക്സ്പീരിയൻസിങ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി. നിങ്ങൾ എക്സാമിനറിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? എക്സാമിനർ ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എക്സാമിനർക്ക് ഈ ഒരു സെൻറ്റൻസ് വായിച്ചതുകൊണ്ട് ഈ ഒരു റിസ്ക് എന്താ എന്നുള്ളത് എക്സാമിനർ അസ്യൂം ചെയ്യണം എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ അസ്യൂം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ഇതിന് ശേഷം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്തായിരിക്കും അവിടെ റിസ്ക് വരുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഒരു അലവൻസ് വെക്കാത്തതാണ് ഇവിടുത്തെ റിസ്ക് സാറേ എന്നുള്ളത് എക്സാമിനർക്ക് പറഞ്ഞു കൊടുക്കണം. എക്സാമിനർ ബേസിക്കലി ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ഇങ്ങനെയാണ്. അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എക്സാമിനർ ഐഡന്റിഫിക്കേഷന്റെ 1/2 മാർക്ക് നിങ്ങൾക്ക് തരുള്ളൂ. അതേപോലെ തന്നെ സിനാരിയോ വായിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇഫ് അഡ്വക്കേറ്റ് അലവൻസ് ഇസ് മെയ്ഡ് ഫോർ ദിസ് ദെൻ ദി ഓഡിറ്റ് റിസ്ക് ഇസ് മിറ്റിഗേറ്റഡ്. അവർ പിന്നീട് പറയുകയാണ് ഇതിന് അലവൻസ് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഓഡിറ്റ് റിസ്ക് ഇല്ല. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ പറഞ്ഞിരുന്നു ദ സിനാരിയോ ലേറ്റർ ടെൽസ് us that no allowance was kept for the same. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അതെന്തായി മാറി? റിസ്ക് ആയി മാറി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ സെൻറ്റൻസും ഈ ലാസ്റ്റത്തെ ഈ സെൻറ്റൻസും കൂടി എഴുതി വെച്ച് എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഐഡൻറ്റിഫിക്കേഷൻ്റെ 1/2 മാർക്സ് നമുക്ക് കിട്ടുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും കൂടി വേണം. അപ്പോഴാണ് ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി 1/2 മാർക്കായി മാറുന്നത്. ക്ലിയർ ആണോ? നമുക്ക് മുന്നോട്ട് പോവാം. ശരി, ഇനി എങ്ങനെ എക്സ്പ്ലനേഷൻ? ഇപ്പോൾ ഒരു 1/2 മാർക്ക് കിട്ടി അല്ലേ? ഇനി അടുത്ത 1/2 മാർക്കാണ്. അടുത്ത 1/2 മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം സാറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്ന കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യണം. ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവിടെ എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉള്ള ഇമ്പാക്റ്റ് അത് നിങ്ങൾ കവർ ചെയ്യണം. എൻ്റെ SOPL, എൻ്റെ SOFPLത്തെ അക്കൗണ്ട്സിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഈ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് വരാൻ പോകുന്നത്? എന്താണ് പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ്? അപ്പോൾ നേരത്തെ പറഞ്ഞു അലവൻസ് വെച്ചില്ല, എവിടെയായിരിക്കും ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാവുക? അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എക്സ്പ്ലനേഷനായി അത് മാറുന്നത്. ഏത് അക്കൗണ്ടാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ റിസ്ക് ഉള്ളത് കൊണ്ട് ഏത് അക്കൗണ്ടിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ്, ഓവർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മിസ് സ്റ്റേറ്റഡ് എന്ന് പറയും. ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് അണ്ടർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ മിസ് സ്റ്റേറ്റഡ് എന്ന് പറയും. പല സ്റ്റുഡൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ മിസ് സ്റ്റേറ്റഡ് എന്ന് യൂസ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. മിസ് സ്റ്റേറ്റഡ് എന്നുള്ളത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടേം അല്ല, അത് എക്സാമിനർ പറയുന്നതാണ്. ഇപ്പോൾ പല സ്റ്റുഡൻസും വിചാരിക്കും ഇപ്പോൾ എനിക്കറിയില്ല ഇവിടെ അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒരു പണി ചെയ്യട്ടെ, ഞാൻ മിസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം എക്സാമിനർ തന്നെ പറയുന്നു when there is a possibility of either overstatement or understatement occurring, അപ്പോൾ മാത്രമാണ് നമുക്ക് മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഈ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? മിസ് സ്റ്റേറ്റഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ രണ്ടിനും പോസിബിലിറ്റി വരുമ്പോൾ മാത്രം, അണ്ടർ സ്റ്റേറ്റഡ് ആവാനോ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റി വരുമ്പോൾ മാത്രമാണ് ഈ മിസ്സ്റ്റേറ്റഡ് എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ മിസ്സ്റ്റേറ്റഡ് ഇൻവെൻട്രി അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റഡ് റിസീവേഴ്സ് അക്കൗണ്ട് എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അത് കാരണമായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അണ്ടർ സ്റ്റേറ്റ്മെൻറ്റിന് മാത്രം പോസിബിലിറ്റി ആണെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എഴുതി വെക്കണം. ഓവർ സ്റ്റേറ്റ്മെൻറ്റിന് മാത്രം പോസിബിലിറ്റി ആണെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെക്കണം. അത് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് എന്തായാലും ആ ഒരു എക്സ്പ്ലനേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഈ റിസ്കുകൾ എന്താ എന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ് ഈ 3 റിസ്കുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എക്സ്പ്ലനേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനർ കാണാൻ ആഗ്രഹിക്കുന്നത്. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഏത് സൈഡാണ്, റൈറ്റ് ഹാൻഡ് സൈഡാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് യുവർ ആൻസർ അതെന്താണ്, റെസ്പോൺസ് ആണ് അല്ലേ, ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. എപ്പോഴും റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു റിസ്കിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്തായിരിക്കും ഓഡിറ്റർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഈ റിസ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ റിസ്കിനെ മനസ്സിലാക്കാൻ വേണ്ടി എന്തായിരിക്കും ഓഡിറ്റർ ചെയ്യുന്നുണ്ടാവുക, അതാണ് ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് മിക്ക സിറ്റുവേഷനിലും ഒരു ഓഡിറ്റ് പ്രൊസീജിയർ ആയിരിക്കും. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളൊരു ഓഡിറ്റ് പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും എക്സാമിനർ തന്നെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് വളരെ വേഗാണ് എന്ന് വെച്ചാൽ വേണ്ടത്ര നല്ല എന്ത് കൊടുക്കുന്നില്ല, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് കൊടുക്കുന്നില്ല. പല സ്റ്റുഡൻസിനും മാർക്സ് ലൂസ് ചെയ്യുന്നത് ഈ റെസ്പോൺസ് ഓപ്ഷനിലാണ്. ഈ ഒരു ഏരിയയിലാണ് പല സ്റ്റുഡൻസിനും മാർക്സ് ലൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ്ലി റെസ്പോണ്ട് ചെയ്യുക? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അത് എന്തായാലും കണ്ടെക്സ്റ്റ് ഓഫ് ദി സിനാരിയോയിലായിരിക്കണം. ആ ഒരു കണ്ടെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ആ കണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സിനാരിയോയിൽ ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ റെസ്പോൺസ് ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ensure that it's a auditor response and not a management response. ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പാർട്ടിയാണ്, നമ്മൾ കമ്പനീൻ്റെ ഉള്ളിലുള്ള ആളല്ല അല്ലേ. കമ്പനീൻ്റെ ഉള്ളിലുള്ള ആളല്ല, കമ്പനിയിൽ നടക്കുന്ന അവരുടെ സിസ്റ്റത്തിലും അവരുടെ കുറേ കാര്യങ്ങളുണ്ടാവും, അവരുടെ സെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നുമല്ല നമ്മളുടെ പ്രശ്നം വരുന്നത്. നമ്മളുടെ പ്രശ്നം എന്താ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇറ്റ്സ് എൻ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആൻഡ് നോട്ട് എ മാനേജ്മെൻറ്റ് റെസ്പോൺസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വേഗമായിട്ടുള്ള ആൻസേഴ്സാണ് സ്റ്റുഡൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ കുറഞ്ഞ ആൻസേഴ്സാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് നമുക്ക് എങ്ങനെ സോൾവ് ആക്കാം? ഈ 3 കമ്പോണൻസ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. നിങ്ങളുടെ ആൻസറിൽ നിങ്ങളുടെ ഓഡിറ്റ് റെസ്പോൺസ് ഹൗ ഉണ്ടാവണം, വാട്ട് ഉണ്ടാവണം ആൻഡ് വൈ എന്നുള്ള സംഭവം ഉണ്ടാവണം. ഹൗ, വാട്ട് ആൻഡ് വൈ ഉണ്ടായാൽ നമുക്ക് പറയാം ഇത് നല്ലൊരു റെസ്പോൺസ് ആണ് എന്ന് പറയാം. ഹൗ എന്ന് പറയുമ്പോൾ മിക്ക സമയത്തും അതൊരു ഓഡിറ്റ് പ്രൊസീജിയറാണ്. ഡിസ്കസ്, റിവ്യൂ, ഇൻസ്പെക്ട്, ഒരു ഓഡിറ്റ് പ്രൊസീജിയർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് ആണ്, ഇപ്പോൾ റിവ്യൂ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിലെ ഏത് ഡോക്യുമെൻറ്റിനെയാണ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത്, അതാണ് വാട്ട് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്കസ് വിത്ത് മാനേജ്മെൻറ്റ്, ആരോടാണ് ഡിസ്കസ് ചെയ്യുന്നത്, മാനേജ്മെൻറ്റാണ് വാട്ട് എന്നുള്ളതിന് ഉത്തരം കൊടുക്കുന്നത്. ആൻഡ് ഇത് മാത്രം പറഞ്ഞാൽ പോരാ, പല സ്റ്റുഡൻസും വിട്ടുപോകുന്ന ഒരു സംഭവമാണ് വൈ എന്ന് പറയുന്നത്. വൈ, എന്തിനാണിത് ചെയ്യുന്നത്, എന്തിനാണ് ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യുന്നത്, എന്തിനാണ് ഇത് റിവ്യൂ ചെയ്യുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് മൊത്തം മാർക്ക് കിട്ടുന്നുള്ളൂ. അത് മനസ്സിലാക്കുക. വൈ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്റ്റുഡൻസും ആൻസേഴ്സിൽ എഴുതാൻ വിട്ടു പോകുന്ന ഒരു ഏരിയ ആണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ക്വിക്ക് റീക്യാപ്പും 2-3 എക്സാമ്പിൾസും ഒന്ന് നോക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഓഡിറ്റ് റിസ്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ റീക്യാപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഓഡിറ്റ് റിസ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻലി 2 സൈഡാണ് ഉള്ളത് അല്ലേ. നമുക്ക് 2 സൈഡ്. ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റ് റിസ്ക് എഴുതും എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഈ സൈഡിൽ നമ്മൾ എഴുതുക അല്ലേ. അതിൽ ഐഡൻറ്റിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. കമ്മ്യൂണിക്കേറ്റ് ദ റിസ്ക്, അതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ദി റിസ്ക്, എന്താണ് ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ റിസ്ക് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണത് ഐഡൻറ്റിഫിക്കേഷനായി മാറുന്നത്. ഓക്കെ, പിന്നെ എക്സ്പ്ലനേഷനിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇമ്പാക്റ്റ് ഓൺ FS അല്ലേ, ഇമ്പാക്റ്റ് ഓൺ FS, പിന്നെ എന്തെങ്കിലും ഡിറ്റക്ഷൻ റിസ്ക്, അതേപോലെ ഇൻഹെറൻറ്റ് റിസ്ക്, അതേപോലെ കൺട്രോൾ റിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കണം. ഇതിലാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്, എക്സ്പ്ലനേഷന് 1/2 മാർക്സും അതേപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷന് എത്ര മാർക്ക് കിട്ടുന്നത്, 1/2 മാർക്സും. അങ്ങനെ 1 മാർക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്, 1 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഐഡൻറ്റിഫിക്കേഷൻ അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ, പിന്നെ രണ്ടിനും 1/2 മാർക്ക് വെച്ചിട്ട് 1 മാർക്ക് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കിട്ടുന്നു. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ അത് ഓഡിറ്റേഴ്സ് റെസ്പോൺസ് കൊടുക്കേണ്ട സൈഡാണ് അല്ലേ. ഓഡിറ്റർ റെസ്പോൺസ് കൊടുക്കേണ്ട സൈഡാണ്. എന്താണ് ഈ റിസ്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഓഡിറ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവമാണ് ഓഡിറ്റ് റെസ്പോൺസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മിക്ക സമയത്ത് ഒരു ഓഡിറ്റ് പ്രൊസീജിയറാണ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ആൻഡ് അത് നന്നാക്കാൻ വേണ്ടി, പ്രോപ്പർലി ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരു ഓഡിറ്റ് പ്രൊസീജിയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ വാട്ട് എന്ന് പറയുമ്പോൾ ഏത് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരോടാണ് ഇത് ചെയ്യുന്നത്, ഡോക്യുമെൻറ്റ്സ്/പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാം. ആരോടാണ് ഇത് പറയുന്നത്. ആൻഡ് ഓൾസോ വൈ എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം അല്ലേ. എന്തിനാണ് ഇത് ചെയ്യുന്നത്, വൈ ആർ വി ഡൂയിങ് ദിസ് പ്രൊസീജിയർ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ഡോക്യുമെൻ്റ് നോക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഓഡിറ്റ് റെസ്പോൺസായി മാറി നമുക്ക് എത്ര മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നത്, എക്സാക്ട്ലി 1 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ മാർക്കിംഗ് സ്കീം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സംഭവങ്ങളൊക്കെ ചെക്ക് ബോക്സ് പോലെ നിങ്ങളുടെ മനസ്സിൽ വരണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആൻസറിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ കാര്യത്തിലും നിങ്ങളൊരു ചെക്ക് ബോക്സ് ആണ്, ഇത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, എക്സ്പ്ലനേഷനിൽ എൻ്റെ ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഡിറ്റക്ഷൻ റിസ്ക്, ഇൻഹെറൻറ്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ. ബേസിക്കലി ഒരു ചെക്ക് ബോക്സ് ആണ്. ആ ചെക്ക് ബോക്സ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ശരി, നമുക്ക് ഇനി 2 എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ കേസിൽ ഇവിടെ നമുക്കൊരു വാറണ്ടി പ്രൊവിഷൻ ഉണ്ട്. ഒരു വാറണ്ടി പ്രൊവിഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഹാർഡ് കമ്പനി ഓഫേഴ്സ് ഇറ്റ്സ് കസ്റ്റമർ എ വാറണ്ടി അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ് വിച്ച് ഗ്യാരണ്ടീസ് ദ പ്ലേഗ്രൗണ്ട് വിൽ ഫംഗ്ഷൻ ആസ് എക്സ്പെക്റ്റഡ് ഫോർ 3 years. അപ്പോൾ ഇതെന്താ ചെയ്തിരിക്കുന്നത്, ഇത് നിങ്ങളുടെ ആൻസർ ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെങ്കിൽ സിനാരിയോയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന. ഇത് മാത്രം ചെയ്തു വെച്ചാൽ മാർക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല. പിന്നീട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മാർക്ക് കിട്ടുന്നത്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ദ പ്രൊവിഷൻ ഇസ് കാൽക്കുലേറ്റഡ് ആസ് 2% of revenue in the current year against 6% in the prior year despite there being no changes in the construction techniques or level of claim. ഓക്കെ, അപ്പോൾ ഇവർ പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, 6% എന്നുള്ളത് 2% ആയിട്ട് കുറച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രൊവിഷനെ. അപ്പോൾ നമ്മൾ പിന്നീട് എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അണ്ടർ IAS 37 പ്രൊവിഷൻസ് കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജൻസി, ആ സ്റ്റാൻഡേർഡിൻ്റെ പേര് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പറഞ്ഞു കൊടുക്കണം. റിസ്ക് എന്താണ്, ദിസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ വാറണ്ടി പ്രൊവിഷൻ. കാൽക്കുലേറ്റിംഗ് വാറണ്ടി പ്രൊവിഷൻ റിക്വയർസ് ജഡ്ജ്മെന്റ് ആസ് ഇറ്റ് ഈസ് എൻ അൺസർട്ടൻ ഏരിയ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഇങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ലാതെ മാറ്റിയിരിക്കുകയാണ്, ചിലപ്പോൾ അത് അത്രത്തോളം മാറ്റേണ്ട ഒരു കാര്യം വരില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ദർ ഇസ് എ റിസ്ക് ദാറ്റ് ദ വാറണ്ടി പ്രൊവിഷൻ കുഡ് ബി understated leading to understated expenses and liabilities. കണ്ടോ, understated എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ എന്താ പറയുന്നത് ഇവിടെ, ഇമ്പാക്ട് ഓൺ ദി FS. അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്, എക്സ്പ്ലനേഷൻ്റെ 1/2 മാർക്ക് കിട്ടുന്നത്. നേരത്തെ ഐഡൻറ്റിഫിക്കേഷൻ നമ്മളിവിടെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചപ്പോൾ 1/2 മാർക്ക് കിട്ടി. പിന്നെ ഈ അണ്ടർസ്റ്റേറ്റ്മെന്റ് ഏത് അക്കൗണ്ട്സ് ആണ് എഫക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എത്ര മാർക്ക് കിട്ടി, 1/2 മാർക്ക് കിട്ടി അല്ലേ. ഇനി അതിൻ്റെ റെസ്പോൺസ് നോക്കുമ്പോൾ the audit team should discuss with the management. കണ്ടോ, അവിടെ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ യൂസ് ചെയ്തു.
ആരോടാണ്? മാനേജ്മെന്റ്. The basis of provision calculation and compare this to industry averages and level of post-year end claims, if any, made by customer. In particular, they should discuss the rationale behind reducing the level of provision. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത് നോക്കുമ്പോൾ the audit team should also compare the prior provision with the actual level of claim in the year to assess the reasonableness of judgments made by the management. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കമ്പയർ. ഓക്കെ, എന്താണ് കമ്പയർ ചെയ്യുന്നത്? പ്രയർ ഇയർ പ്രൊവിഷൻ വിത്ത് ദി ആക്ച്വൽ ലെവൽ ഓഫ് ക്ലെയിം ഇൻ ദി ഇയർ. ഇപ്പോൾ കമ്പയർ എന്ന് പറയുമ്പോൾ അതെന്തായി? ഹൗ എന്നുള്ളതായി. ഓക്കെ, വാട്ട് എന്നുള്ളത് തന്നെയുള്ളത്. എന്താണ് കമ്പയർ ചെയ്യുന്നതെന്നുള്ളത് പ്രയർ പ്രൊവിഷൻ വിത്ത് ദി ആക്ച്വൽ ലെവൽ ഓഫ് ക്ലെയിം ആണ് എന്നുള്ളത് മനസ്സിലായി. എന്തിനാണ് ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൈ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? ടു അസസ് ദി റീസണബിൾനെസ് ഓഫ് ദി ജഡ്ജ്മെന്റ്സ് മെയ്ഡ് ബൈ ദി മാനേജ്മെന്റ്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്? 1 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതിലൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഡയറക്ടേഴ്സ് ബോണസിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫ്രോഡ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ഓഡിറ്റ് റെസ്പോൺസിലുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് ആ പെയ്ഡ് എ ബോണസ് ഓൺ എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. ദർ ഇസ് എ റിസ്ക് ദാറ്റ് ദ ഡയറക്ടേഴ്സ് വിൽ ട്രൈ ടു ഓവർസ്റ്റേറ്റ് ദ പ്രോഫിറ്റ് ആൻഡ് ദെയർഫോർ ദ ബോണസ് ബൈ ഇൻക്രീസിംഗ് ദ റവന്യൂ ആൻഡ് ഇൻകം റെക്കോർഡ് ആൻഡ് ഡിക്രീസിംഗ് എക്സ്പെൻസസ്. ദിസ് ഇസ് എ പെർട്ടിക്കുലർ റിസ്ക് റിലേറ്റഡ് ജഡ്ജ്മെന്റ് ഏരിയാസ് സച്ച് എസ് പ്രൊവിഷൻ ആൻഡ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടി. എന്താണ് റിസ്ക് എന്നുള്ളതും എന്താണ് അവിടെ അണ്ടർസ്റ്റേറ്റഡ് ഓവർസ്റ്റേറ്റഡ് ആയിട്ടുള്ള ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ 1/2 മാർക്കും 1 മാർക്ക് നമുക്ക് കിട്ടി. പിന്നീട് അതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പല സിറ്റുവേഷനിലും ഫ്രോഡൊക്കെ കാണുമ്പോൾ നിങ്ങളാണെങ്കിലും പല സ്റ്റുഡൻസ് ആണെങ്കിലും അവർ എഴുതി വെക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഓഡിറ്റ് റെസ്പോൺസ്. The team needs to maintain professional skepticism and be alert to the increased risk of manipulation. Increased testing should be performed related to adjusting journal entries. അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം കൂട്ടണം അല്ലെങ്കിൽ കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് റെസ്പോൺസ്. എക്സാമിനർ പറയുന്നത് ഇത് ശരിയൊക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ 1 മാർക്ക് കിട്ടില്ല. നിങ്ങൾ 1/2 മാർക്കേ കിട്ടുള്ളൂ. ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതലായി ഈ ഒരു പെർട്ടിക്കുലർ സംഭവം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറും കൂടി ഇതിൻ്റെ ഒപ്പം കൊടുക്കുമ്പോഴാണ് 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1/2 മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ മേലെ പോകുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സും കൂടിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? കംപ്ലീറ്റ് ആയിട്ടുള്ള 1 മാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ എക്സാമ്പിൾസിൽ ഞാൻ പറഞ്ഞു ഇതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ആൻസർ. പക്ഷേ ഒബിയസ്ലി കിട്ടിയ ആൻസർ ആയിട്ട് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെക്ക് ബോക്സുകൾ നിങ്ങൾ എല്ലാം മീറ്റ് ചെയ്ത് പോകണം. ഞാൻ ഈ റിസ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ ഇതിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഓഡിറ്റ് റെസ്പോൺസിൽ ഞാൻ ഈ 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് റിസ്ക് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഓഡിറ്റ് റെസ്പോൺസും ഓഡിറ്റ് റിസ്ക് ആയിട്ട് കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. അതാണ് എക്സാമിനർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോപ്പർലി ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ AA പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, റീസീറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കറക്റ്റായിട്ട് ഓഡിറ്റ് റിസ്ക് എഴുതാൻ പറ്റട്ടെ. അതേപോലെ തന്നെ ഈ ഒരു പേപ്പറിൽ വരുന്ന ബാക്കി എല്ലാ ഏരിയസും നല്ല രീതിക്ക് എഴുതാൻ പറ്റട്ടെ. നല്ല രീതിക്ക് എക്സാം എഴുതി പാസ്സാകാൻ പറ്റട്ടെ. ഈ അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റട്ടെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിക്ക് പഠിച്ച് മുന്നോട്ട് പോയിക്കോ. പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ബാക്കിയുള്ള ലിങ്ക്സിലൊക്കെ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള ചാനൽസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു ഗൈസ്.